നമസ്കാരം, ഞാൻ ബിൻഷ. നിബിലേക്ക് സ്വാഗതം. ഇത് തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കരണമാണ്. ആർക്ക് എവിടെയാണ് പിഴച്ചത്? ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുക എന്നത് ഒരു പാർട്ടിയുടെയോ സംഘടനകളുടെയോ സർക്കാരിന്റെയോ നിയമമല്ല, പ്രകൃതി നിയമമാണ്. ഒരു മനുഷ്യന് ഒരിക്കലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പ്രഭുക്കന്മാർ അടിച്ചമർത്തിയ ലോകത്തെ മോചിപ്പിച്ചത് ഒട്ടേറെ വീക്ഷണശാലികളാണ്. ഇത്തരത്തിലാകുമോ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ കശാപ്പു നിയമം? അല്ല, തിന്നണേന് കുഴപ്പമില്ല. ഈ സാധനങ്ങളൊക്കെ പിന്നെ എന്താ ചെയ്യാൻ? നമുക്ക് ഇറച്ചി തിന്നണവർ തിന്നാൽ മതി, തിന്നണ്ടാത്തവർ തിന്നണ്ട. പക്ഷേ ഈ അവസാനം ഇത് വയസ്സാകുമ്പോഴത്തേനൊക്കെ നമ്മൾ എവിടെ കൊണ്ട് കുടിച്ചിടും? 2-3 സെൻറ്റ് സ്ഥലത്തുള്ള ആൾക്കാരും അവരൊക്കെ ആണ്. അപ്പോൾ അവരൊന്നും സ്ഥലത്തോട്ട് കുടിച്ചിടാനും തന്നെ സൗകര്യമില്ല. വല്ലവരും വാങ്ങി കുടിച്ചിടാൻ പറ്റും. അപ്പോൾ തിന്നണവർ തിന്നാൽ പാറ്റിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ വരുള്ളൂ. ഇടപെടേണ്ടത് വലിയ വലിയ ആൾക്കാർ, അതായത് മുഖ്യമന്ത്രി, മന്ത്രിമാർ, അങ്ങനെയുള്ള ആൾക്കാർ ഇടപെടണം. നമ്മൾ മാത്രം ഇട്ടൊരു കാര്യം ഉണ്ടാവില്ല. അതല്ലല്ലോ, ഒരു വിഭാഗത്തിന് മാത്രം ഇതാകാൻ പറ്റും. വിഭാഗത്തിന് പക്ഷേ ഭക്ഷണം എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ അതിൻ്റെതായ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം കഴിക്കാം. അതിനൊരു തടസ്സം ഒരിക്കലും ശരിയല്ലല്ലോ. ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ഭക്ഷണം കഴിക്കുന്ന അവർ കഴിക്കണ്ട. മറ്റുള്ളവർ കഴിക്കണേ മറ്റുള്ളവരുടെ തൊഴിലും ഇതെന്ന് പറഞ്ഞാൽ ലെതർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ തൊഴിലാണ്. അതുകൊണ്ട് തോല് ഇതിൻ്റെ ഒരുപാട് ഭക്ഷണങ്ങളുണ്ടായിരുന്നു. ഒരാൾ ഒരു ഭക്ഷണം കഴിക്കുന്നതിന് മാത്രമല്ല, ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇത് ചെരുപ്പ് ആയാലും ഇതിൻ്റെ ആയാലും ലെതറിൻ്റെ എല്ലാം എല്ലാവരും ഇട്ടിരുന്ന സാധനം എല്ലാവരും ലെതറിൻ്റെ ഉണ്ട്. ഓരോ തൊഴിലുകളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ അത് ഒരു വിഭാഗത്തിൻ്റെ പുസ്തകമായിട്ടുള്ളൊരു ഇതല്ല. അവർക്ക് ഭക്ഷണം കഴിക്കാൻ ആളുകളിൽ അവർ കഴിക്കാൻ കഴിക്കില്ല. സ്വതന്ത്രമായുള്ള ഒരു ഓപ്ഷനല്ല. ഇപ്പോൾ ഈ ബാറും ഇതൊക്കെ നിർത്തി അവിടെ എത്രയോ പണിക്കാർ ഒരു സ്വതന്ത്ര ഭക്ഷണമായി കാരണമുണ്ട്. ഒരിക്കലും ഒരു വിഭാഗത്തിൽ മാത്രമായിട്ട് ഇതായിട്ട് അവർ വന്നപ്പോൾ അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രം കഴിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള വലിയ കാര്യങ്ങളാവില്ല. തീന്മേശയിലെ മുഖ്യ ആഹാരമാണ് കേരളീയർ, പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡ് ആഹാരം കഴിക്കുന്നവർ. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ബീഫ്. ഇന്ത്യക്ക് ധാരാളം ബീഫ് എക്സ്പോർട്ട് പോയാൽ ധാരാളം പൈസ നമുക്ക് കിട്ടും. നോർത്ത് ഇന്ത്യയിലും അതുപോലെ എല്ലാ ഇന്ത്യയിലും ധാരാളം ഈ കാലി കർഷകർക്ക് അവരുടെ ജീവിതമാർഗം കൂടിയാണ് ബീഫ് വളർത്തൽ, കാലി വളർത്തൽ. അത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ബീഫിന് ഒരു കിലോന് 270 രൂപ ഉണ്ടെങ്കിൽ അത് ഇനി എക്സ്പോർട്ട് ചെയ്തിട്ട് ജീവനുള്ള ബീഫിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും തീർച്ചയായിട്ടും മടക്കി വരുമ്പോഴേക്കും അതൊരു 600 രൂപയെങ്കിലും. ചുരുക്കി പറഞ്ഞാൽ അത് വളരെ നഷ്ടമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ബീഫ് നിരോധനം, ബീഫിൻ്റെ വധം നിരോധനം എന്നുള്ള ഓർഡിനൻസിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല.